നടന്നത്. നിങ്ങൾ ശിലാസ്ഥാപനം നടത്തിയ സ്ഥലത്താ കുഴിയെടുത്ത് അവരെന്നെ കുഴിച്ചു മൂടിയത്. കൊള്ളാലോ വൈദേഹി, കഥ സൂപ്പർ. നിന്നെ പെട്ടിയിലടച്ച് കുഴിയെടുത്ത് മണ്ണിട്ട് മൂടിയപ്പോ നീ എങ്ങനെയാണാവോ പുറത്തേക്ക് വന്നത്? ആരോ അത് കണ്ട് എന്നെ ഇവിടുന്ന് പുറത്തേക്ക് എടുത്തതാ. ബോധം കെട്ട് മരിക്കാൻ കിടന്ന എന്നെ അവരാണ് ഹോസ്പിറ്റലിലാക്കിയത്. ഇതൊക്കെ ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നോട് പറഞ്ഞത്. അണ്ണ നോക്കി നടക്കണ, എന്തായി മൊത്തം തരിപ്പണായല്ലോ. എനിക്കണ്ണാ ഇവിടെ ഒരു പെട്ടി ഉണ്ടല്ലോ. അതെണ്ണ, ഇങ്ങനെയുള്ള പെട്ടികളിൽ ചിലപ്പോ കാശുണ്ടായിരിക്കും. എനിക്കണ്ണ വേഗം നമുക്കൊന്ന് കുഴിച്ചു നോക്കാം. അണ്ണ, ഒരു പെണ്ണ്. ഇവളേതാ? കൈയും കാലും കെട്ടിട്ടുണ്ടല്ലോ. മരിച്ചു കാണും അണ്ണ. കുഴിച്ചിട്ടിട്ട് എത്ര നേരമായി കാണും? ജീവനുണ്ടോ? അല്ലെങ്കിൽ വേണ്ടണ്ണ, നമുക്ക് പോലീസ് വിവരം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഇവിടെ CBS റിസോർട്ടിലെ പറമ്പിലേ ഒരു പെണ്ണിനെ പെട്ടിയിലടച്ച് കുഴിച്ചിട്ടിരിക്കുക. എടാ, പെട്ടി പുറത്തെടുത്തത് നമ്മളാ. പോലീസ് നമ്മളെ കാണുന്നതിന് മുമ്പ് നമുക്കിടന്ന് ചാടാം. അത് ശരിയാണല്ലോ. സ്ഥലമിടാ. ബോധം തെളിയാൻ എനിക്ക് 10 ദിവസങ്ങൾ കഴിഞ്ഞു. ഇതിനോടകം എന്തൊക്കെ ഇവിടെ നടന്നത്? ഞാൻ ഈ പറയുന്നത് എല്ലാം സത്യം. പറഞ്ഞതൊന്നും വിശ്വസിക്ക. ഞാൻ പറയുന്നത് സത്യ. നോക്ക്, സത്യമായ കഥകൾ അറിയാത്തവര് നീ ഈ പറഞ്ഞതെല്ലാം കണ്ണുടച്ച് വിശ്വസിക്കുമായിരിക്കും. അത്ര ഭംഗിക്കാ നീ കഥ പറയുന്നേ. പക്ഷെ ചന്ദ്രിക മരിച്ചു എന്നുള്ളത് സത്യമാ. ഞങ്ങളുടെ എല്ലാം കൺമുമ്പിൽ വെച്ച് വൈദേഹി കുത്തേറ്റ് മരിച്ചു എന്നുള്ളത് സത്യമാ. നീ ഇനി എന്തൊക്കെ കഥകൾ പറഞ്ഞാലും ഇവിടെ ആരും അത് വിശ്വസിക്കില്ല. എന്റെ വൈദേഹിയുടെ രൂപമായിട്ട് നിനക്ക് സാദൃശ്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ സഹനശക്തിയെ പരീക്ഷിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന നല്ലത്. അയ്യോ അല്ല ദേവേട്ട, ഞാനിപ്പോ പറഞ്ഞതെല്ലാം സത്യ. ചന്ദ്രിക ജീവനോടെയുണ്ട്. നമ്മുടെ വീട്ടിൽ ശിലാസ്ഥാപനം നടത്തുന്നതിന് തൊട്ടു മുമ്പ് എന്നെ മാറ്റി ആ പെണ്ണിനെ അവരവിടെ കൊണ്ടുവന്നു. അപ്പൊ ആ പെണ്ണിനെ കൊണ്ടുവന്നപ്പോ നീ എന്തെടുക്കുമായിരുന്നു? അത് ഞാൻ ആ സമയത്തൊന്ന് പുറത്തേക്ക് പോയതായിരുന്നു. അപ്പൊ അവര് എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. പുറത്തേക്കോ? പുറത്തെവിടെ പോയതാ നീ? വൈദേഹി എന്തുണ്ടായാലും ഞങ്ങളോട് ആരോടെങ്കിലും പറയാതെ എവിടെയും പോകാറില്ല. ആ പറഞ്ഞത് 100% ശരിയാ. ഞങ്ങളുടെ വൈദേഹിയാണെങ്കിൽ ദേവന്റെ അടുത്തുനിന്ന് നിമിഷ നേരത്തേക്ക് പോലും മാറില്ല. നീ ആരോടും ഒന്നും പറയാതെ പുറത്തേക്ക് പോയെന്നൊക്കെ പറഞ്ഞാ എവിടെ പോയെന്നും കൂടി പറയണം. ആ അയ്യോ പറയേ.
അമ്മേ, എന്താ നിർത്തിക്കളഞ്ഞ്? ഇതിൽ കൂടുതൽ സ്ക്രിപ്റ്റ് എഴുതിയില്ലേ? അതോ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ലേ? പറയ്, എന്തിനാ നീ പുറത്തു പോയെ? അത് എന്തിനാ പോയെന്ന് ചോദിച്ച ആ അമ്മേ, ഇങ്ങനെ ആരും കാണാതെ അമ്മയെ കാണേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ ഈ സത്യം പുറത്തറിയുന്ന നിമിഷം കൊട്ടാരം വീട്ടിന്റെ മാനാഭിമാനം എല്ലാം തകർന്നു പോവും. ഈ കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചോളാതെ സത്യം ചെയ്തിട്ടാ ഞാൻ കൊട്ടാരം വീട്ടിലേക്ക് കടന്നു വന്നത്. സത്യം ചെയ്ത ഈ കൈകൊണ്ട് ആ കുടുംബത്തെ തകർത്തെറിയാൻ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം കഴിയില്ല. കൊട്ടാരം വീടിന്റെ മാനവും മര്യാദയും കാക്കാൻ വേണ്ടി അമ്മ ഒരു സത്യം മറയ്ക്കുന്നുണ്ട്. ഇപ്പൊ ആ സത്യം പുറത്തു പറഞ്ഞ് എന്റെ ഭർത്താവിന്റെ വീടിന്റെ അന്തസ്സ് കളയാൻ എനിക്കും ആവില്ല. എല്ലാരും ചോദിക്കുന്ന കേൾക്കുന്നില്ലേ? ഒന്നും പറയാതെ എന്റെ മുഖത്ത് നോക്കി നിന്നാ ഇനി അമ്മ പറഞ്ഞിട്ടാ പുറത്തു പോയതെന്ന് പറയാനാണോ എന്തോ? പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. എന്റെ വൈദേഹിയായിരുന്നെങ്കിൽ പറയാതെ ഇന്ന് വരെ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ നീ പറഞ്ഞല്ലോ. എന്റെ വൈദേഹി മരിച്ചത് എങ്ങനെയാണെന്ന് അറിയോ നിനക്ക്? ആരോ ഒരാൾ അവളുടെ അമ്മയെ കൊല്ലാൻ വന്നപ്പോ അതിനെ തടഞ്ഞുകൊണ്ട് അവൾ കുത്തേറ്റ് മരിച്ചത്. അവളെന്റെ അമ്മായിയുടെ മോളായതുകൊണ്ടല്ലേ അങ്ങനെ ഒരു സാഹസം കാണിച്ച് അവൾ അമ്മായിയെ രക്ഷിക്കാൻ ശ്രമിച്ചത്. സ്വന്തം ജീവൻ പോയാലും അമ്മ രക്ഷപ്പെടണമെന്ന് അവൾ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു മനസ്സ് മറ്റൊരാൾക്കും വരില്ല. ആ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു കത്തിക്കുത്തേൽക്കാൻ നീ തയ്യാറാവുമായിരുന്നോ? മറ്റാരായിരുന്നെങ്കിലും എന്റെ അമ്മായിയെ രക്ഷിക്കാൻ തയ്യാറാവുമായിരുന്നില്ല. എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ അവൾ അവളുടെ ജീവൻ കളഞ്ഞെന്നോ? അപ്പോ ചന്ദ്രികയാണ് ചീത്ത. അവൾ നല്ല കുട്ടിയായിരുന്നു. ഈ ഒരൊറ്റ തെളിവ് മതി മരിച്ചത് എന്റെ അമ്മായിയുടെ മോളാണെന്നും എന്റെ വൈദേഹിയാണെന്നും തിരിച്ചറിയാനായിട്ട്. ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? എന്റെ അമ്മ ആരോ കൊല്ലാൻ ശ്രമിച്ചെന്നോ? അമ്മയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മയുടെ ദേവിട്ടാ ഇപ്പൊ ഭ്രാന്താശുപത്രി കിടക്കുക. കൺമുമ്പിൽ വെച്ച് സ്വന്തം മകളുടെ ജീവൻ പോകുന്നത് ഏതമ്മയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയുക? അവള് തനിക്ക് ഏൽക്കേണ്ട കുത്ത് ഏറ്റുവാങ്ങിയത് അമ്മായിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ഷോക്കിൽ അമ്മായിയുടെ സമനില തെറ്റിപ്പോയി. അമ്മയ്ക്ക് വേണ്ടി മകള് ജീവൻ പിടിഞ്ഞപ്പോ ആ മകളെ ഓർത്ത് ഇന്ന് ഒരു ജീവശവം പോലെ ജീവിക്കുന്നത്. അമ്മയും മകളും തമ്മിൽ പകരം വെക്കാനാവാത്ത ബന്ധമാണുള്ളത്. നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ ആ അമ്മയുടെയും മകളുടെയും ബന്ധത്തിന്റെ വില കളയരുത്. ഞാൻ വൈദേഹിയാണെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് തെളിയിക്കാൻ ഇത് മാത്രം പോരാ. ഞാൻ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല. ആ പെൺകുട്ടി നല്ലവളായിരുന്നിരിക്കാം. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ആ കുത്ത് അവൾക്ക് കൊണ്ടതായിക്കൂടെ ദേവേട്ട? അതുകൊണ്ട് മാത്രം അവൾക്ക് എന്റെ അമ്മയുടെ മോളാവാൻ പറ്റൂ. ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ തന്നെയാണ് വൈദേഹി ദേവേട്ട.
മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? എന്റെ വൈദേഹി എന്റെ ഈ മനസ്സിലുണ്ട്. എന്റെ കൈകളിൽ കിടന്ന് അവള് ജീവൻ വെടിഞ്ഞത്. അതിലെനിക്കൊരു സംശയവുമില്ല. അതിരിക്കട്ടെ, നീയാണ് വൈദേഹി എന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ആ വൈദേഹിയുടെ ബർത്ത്ഡേ സമയത്ത് അവൾക്ക് ഞാനൊരു സമ്മാനം നൽകിയിരുന്നു. നീ ശരിക്കുള്ള വൈദേഹിയാണെങ്കിൽ അതിപ്പോ നിന്റെ കൈ തന്നെ കാണണ്ടേ? എങ്കിൽ അതൊന്ന് കാണിച്ചേ. കയ്യിലില്ല അല്ലേ? ഉണ്ടാവില്ല എന്നറിയാം. അതിപ്പോ എന്റെ കയ്യിലുണ്ട്. വൈദേഹി മരിക്കുന്ന സമയത്ത് അവൾ ഇത് ഊരി എന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷമാണ് മരിച്ചത്. അത് എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നെ പെട്ടിയിലടച്ച സമയത്ത് ചന്ദ്രിക എന്റെ കഴുത്തിൽ നൂരി എടുത്തതാ. കള്ളം പറയുന്നതിന് ഒരു അതിരുണ്ട്. ദേവേട്ടാ, എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് മുഴുവൻ കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഇത്രയും നേരം ഞാൻ എല്ലാം കേട്ടു നിന്നു. ഇനി എനിക്ക് ഈ പഴങ്കഥ കേൾക്കണ്ട. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്നാ വൈദേഹിയുടെ പേരൊരിക്കൽ കൂടി നിന്റെ നാവിന്നെങ്ങാനും വന്നാ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന നല്ലത്. പ്ലീസ് ദേവേട്ടാ, ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്ക്. ഞാൻ ദേവേട്ടന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം, എന്നെ ഒന്ന് വിശ്വസിക്ക്. എന്നെ വിശ്വസിക്ക് ദേവേട്ട. എന്നെ വിശ്വസിക്ക്. ആരാണ് നീ? നിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. പക്ഷെ അത് നടക്കില്ല. മോള് പോയ വിഷമം മാറിയിട്ടില്ല. ഇനി ഞങ്ങള് ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിത്തോ. അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ അവള് കേക്കുവോ? ഏയ് പോടി അവിടുന്ന്. പോകാൻ. പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ. പോകാൻ. നടക്കടി പുറത്തേക്ക്. ഞാൻ പറഞ്ഞതൊക്കെ സത്യ ദേവേട്ട. എന്നെ ഒന്ന് വിശ്വസിക്ക്. പുറത്തേക്ക് പോടി ദേവേട്ട. ദേവേട്ട. ഇനി കണ്ണീര് പൊഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. പോയിക്കോ അവിടുന്ന്. പാവമൊരു രാപ്പാടി പോ
ഞാൻ വൈദേഹി ഊർമിളേച്ചി, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഹേയ്, പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? പട്ടിയെ പോലെ വീട്ടിന്റെ പടിക്ക് തന്നെ ഇരിക്കുന്ന പോടി ഇവിടുന്ന്. എഴുന്നേക്ക്. ഇനി ശരിക്കും വൈദേഹി തിരിച്ചു വന്നാലും അവൾക്കും ഇതേ അവസ്ഥയാവും. അങ്ങനെയുള്ളപ്പോ വൈദേഹിയെ പറ്റിയും ഈ വീട്ടിലെ മരുമോളെ പറ്റിയുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഈ വീട്ടിൽ കയറി പറ്റാവെന്ന് കരുതിയോ? കാത്തിരുന്ന് കിട്ടിയൊരു ചാൻസാ. ഇനി ദേവന്റെ അടുത്ത് മറ്റൊരു പെണ്ണ് വരാൻ പാടില്ല. അവനിങ്ങനെ ഒറ്റ തെങ്ങായി നിൽക്കണം. ഈ രാജഭരണം എന്റെ കയ്യിലാവണം. കല്യാണിയമ്മേ, ഇപ്പൊ എന്റെ വിഷമം മുഴുവൻ എന്റെ മോളെ കുറിച്ച് ഓർത്താ. പിടിച്ചു കൊണ്ടുപോവളെ. എടാ, എന്റെ മോളെ വിടറാ. എടാ, എന്റെ മോളെ വിടാൻ. എങ്ങോട്ടോ കൊണ്ടുപോയി നിന്റെ ദാസൻ. അവനിപ്പോ എന്റെ ദാസനൊന്നും അല്ല. വേണ്ടാത്ത വർത്താനം പറയരുത് ചന്ദ്രികെ. ഡ്രൈവറെ, പെട്ടെന്ന് വീട്ടിലേക്ക് പോവാൻ നോക്ക്. ഓക്കെ മാഡം. നീ ആരാണ്? ഇതെന്ത് ദേവേട്ട എങ്ങനെ ചോദിക്കുന്ന? ഇത് ഞാനാ ദേവേട്ട, ദേവേട്ടന്റെ വൈദേഹി. നിനക്കൊരിക്കലും എന്റെ വൈദേഹിയാവാൻ കഴിയില്ല. ആരാ നീ? സത്യം പറ. നീ സത്യത്തിൽ ആരാ മോളെ? ഞങ്ങളുടെ വൈദേഹി മോളുടെ രൂപസാദൃശ്യം ഉപയോഗിച്ച് എന്ത് നേടാനാ നീ ഇങ്ങോട്ട് വന്നത്? ഒരിക്കൽ എന്റെ രൂപം തന്നെ മാറിയിട്ടും ഞാൻ വൈദേഹിയാണെന്ന് വിശ്വസിച്ചവരല്ല ഇപ്പൊ അതേ രൂപത്തിലായിരുന്നിട്ടും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോ എന്റെ രൂപമുള്ള മറ്റൊരാൾ വന്നപ്പോ ഞാൻ വൈദേഹി അല്ലാണ്ടായല്ലേ? എത്ര പെട്ടെന്ന് ജീവിതം തന്നെ തകിടം പറഞ്ഞത്. എന്റെ സ്ഥാനത്ത് വന്ന ആ പെണ്ണ് ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും പോരാടി തെളിയിക്കാൻ പറ്റുമായിരുന്നു. ഒരൊറ്റ ദിവസം കൂടെ ജീവിച്ചിരുന്നാ മതിയായിരുന്നു അവളുടെ പെരുമാറ്റങ്ങൾ വൈദേഹിയുടെ അല്ലാന്ന് തെളിയിക്കാൻ. പക്ഷെ അമ്മയെ രക്ഷിക്കുന്നതിനിടയിലാണ് അവളുടെ ജീവൻ പോയത്. അതോടെ അവളാണ് വൈദേഹി എന്ന് എല്ലാവരും വിശ്വസിച്ചു. എന്ന സത്യതല്ലല്ലോ. ഞാനാണ് വൈദേഹി എന്ന് എങ്ങനെ ഞാൻ തെളിയിക്കും? ഏയ്, ആരാടി നീ? ആരാന്നാ ചോദിച്ചത്? നമ്മുടെ വീട്ടിൽ ശിലാസ്ഥാപനം നടത്തുന്നതിന് തൊട്ടു മുമ്പ് എന്നെ മാറ്റി ആ പെണ്ണിനെ അവരവിടെ കൊണ്ടുവന്നു. അപ്പൊ ആ പെണ്ണിനെ കൊണ്ടുവന്നപ്പോ നീ എന്തെടുക്കുമായിരുന്നു? പുറത്ത് എവിടെ പോയതാ നീ? ജീവിതത്തിൽ ഇന്ന് വരെ പറയാതെ പുറത്തിറങ്ങാത്ത ഞാൻ ഒരു വട്ടം അങ്ങനെ ചെയ്തതിന്റെ ഇപ്പൊ അനുഭവിക്കുന്ന. എവിടെയാ പോയെന്നുള്ള സത്യം തുറന്ന് പറഞ്ഞാലോ? അമ്മേ, അമ്മയെന്ന് വിളിക്കാൻ പറ്റാതെ നീ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ. നീ എങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് മോനെ. പറയാൻ ഒരു നിമിഷം മതി. പക്ഷെ പറഞ്ഞു കഴിഞ്ഞ പിന്നീട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇത്രയും കാലമായിട്ട് അമ്മ ഒളിപ്പിച്ചു വെച്ച രഹസ്യം അതോടെ എല്ലാവരും അറിയും. വീടാകെ കലങ്ങി മറിയും. നാട്ടുകാരുടെ ഇടയ്ക്ക് നാണക്കേടാവും. അമ്മ ഒരു പാപിയായി തല കുനിച്ച് നിൽക്കേണ്ടി വരും. ആ കുടുംബത്തിന്റെ മരുമകൾ എന്ന നിലയ്ക്ക്
ആ കുടുംബത്തിന്റെ മാനം കാക്കേണ്ടവളാ ഞാൻ തന്നെ അത് നശിപ്പിച്ചതുപോലെയാവും. അങ്ങനെ ആവരുതെന്ന് കരുതിയ എവിടെ പോയതെന്ന് ചോദിച്ചപ്പോ ഒന്നും പറയാതിരുന്നത്. മരണം വരാതെ പറയാനും പാടില്ല എന്ന് കരുതി മറ്റെന്ത് പറഞ്ഞാലും ഞാൻ വൈദേഹിയാണെന്ന് അവരെ വിശ്വസിക്കില്ല. എന്താ രാമ ഞാൻ ചെയ്യാ?